രാവിലായി. ഞാൻ കഴിഞ്ഞ ദിവസം കിടന്നത് ഈ കാണുന്ന സ്ഥലത്ത്. ഇവിടെ ഒരു കാർബോർഡ് വിരിച്ചിട്ട് ഇവിടെയാണ് കിടന്നത്. ഇവിടെയായിരുന്നു കേട്ടോ എൻ്റെ കിടന്നത്. ബ്രോ വാമോസ്. ഹോല കോമോ എസ്താസ്? ഓക്കെ, ഇതാണ് നമ്മുടെ ജോയ്. ജാവോ. ഗ്രാസിയാസ്, മുച്ചോ ഗ്രാസിയാസ് അമീഗോ. എന്നെ ഹോസ്റ്റ് ചെയ്തു, നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ജാവോക്ക് ദിസ് ഫോർ യു. Really? Yeah. Yeah, thanks. Okay, my souvenir. Muy bien. Gracias, amigo. ഡെയ്സി മോളെ എന്നെ കാണാൻ വേണ്ടി, എന്നെ കടിക്കാൻ വേണ്ടി ഇരിക്കുവാണ് ഡെയ്സി മോള്. ഡെയ്സി എന്നെ മാറ്റിയാലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അവൻ്റെ പട്ടിയാണ് കേട്ടോ. പാമ്പയനാണ്, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അവൻ്റെ കഥയൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കഥയാണ്. ഡെയ്സി ടാറ്റ. ഓക്കെ ബ്രോ, ഇപ്പം എന്നെ കണ്ടാൽ ഓടി വരും. ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ വരാത്തത്. പുള്ളിക്കാരി ഇവിടെ ഇങ്ങനെ റെൻ്റൊക്കെ എടുത്ത് താമസിക്കുന്നതാണ് കേട്ടോ ഒറ്റയ്ക്ക്. ഇവിടെ കുറേ ആൾക്കാർ ഈ ഭാഗത്തോട്ട്, ഇവിടെ കുറേ വേറെ വീടുകളുണ്ട് ഇവിടെ ഉണ്ടല്ലേ ഒരു ഏരിയയിൽ. നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഈ കാണുന്ന സ്ഥലത്ത്. ഇവിടെ എന്തോ മ്യൂസിക് അല്ല, സോറി, ഇവരുടെ മറ്റേ റൈസിൻ്റെ വെള്ളം സാധനങ്ങൾ ഇതാണ്ട് ഇവിടെ എന്തൊക്കെ അവർ ഭക്ഷണം വിൽക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഞാനും നമ്മുടെ ബ്രോയുടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മോ, എന്തോ ഇതെന്താ ഇത്രയും, അത് കുറേ ഉണ്ടല്ലോ സാധനം, കുറേ ക്രീം, ഇത് എന്തൊക്കെയുണ്ട് പടച്ചോനെ. നമ്മുടെ ബ്രോ എവിടെ പോയിട്ടുണ്ട്. രാവിലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള സാധനമാണല്ലോ. നിൻ്റെ അകത്ത് ചിക്കനും എന്തോ, പിന്നെ കുറേ ക്രീം. നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യോ? നമ്മൾ ഭക്ഷണം കഴിച്ചു. ബ്രോൻ്റെ രാവിലെ സ്കൂട്ടറിൽ വീട്ടിലോട്ട് കൊണ്ടാക്കി തരാൻ വേണ്ടി പോകുന്നു. വീട്ടിലല്ല, സോറി, എന്നെ ഹിച്ച് ഹൈക്കിംഗ് സ്പോട്ടിലോട്ട് കൊണ്ടാക്കി തരാൻ വേണ്ടി പോകുന്നു. ഓക്കെ, വാമനോസ്. ഓക്കെ, യാ റെഡി. ഇവിടെ ഒരു ചേട്ടൻ കുട്ടയിൽ നമ്മുടെ മാൻഡറിൻ വിൽക്കുകയാണ്, ഓറഞ്ച്. ഇവിടെ ബൈക്കുകൾ പല ആൾക്കാരും ഉപയോഗിക്കും. രാവിലെ പണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ നാടൊക്കെ പോലെ തന്നെ കേട്ടോ, എല്ലായിടത്തും പച്ചപ്പും ഹരിതാപകരവും മരങ്ങള്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഇവിടെയുള്ള വീടുകൾക്കൊക്കെ ഒരു മേഘാലയൻ കാസി ടച്ച് കേട്ടോ എനിക്ക് തോന്നുന്നത്. Be careful here, it can get very hot during the day. No problema. Muchas gracias, okay. Muchas gracias. Salute, okay. Bye bro. Thank you so much. Bye, safe journey. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി. ഇനി ഞാൻ ഹിച്ച് ഹൈക്കിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. തൊട്ടടുത്ത് ഒരു ഹമ്പുണ്ട് കേട്ടോ, ആ ഹമ്പിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടിട്ട് ഒന്ന് ഹിച്ച് ഹൈക്ക് ചെയ്യാം. അതാ ലിഫ്റ്റ് അടി തുടങ്ങി. ഓക്കെ, ഗ്രാസിയാസ്, മുച്ചോ ഗ്രാസിയാസ്. അഡിയോസ്. Let's go. ഇവിടെ എല്ലായിടത്തും പഴമാണല്ലോ. നമ്മുടെ ഏത്തമ്പഴം, ഫ്രഷ് ഏത്തമ്പഴം. ഇവിടെ ഏത്തമ്പഴം. നമുക്ക് ലിഫ്റ്റ് അടിക്കാം. ചേട്ടൻ നിർത്തം കേട്ടോ. ഹമ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ലിഫ്റ്റ് അടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഹലോ, are you going this way? നമ്മുടെ നാട്ടിലെ ഗ്യാസ് ഊറ്റി കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ. പാട്ടൊക്കെ ഇട്ടിട്ട്. ഗ്യാസാണോ ഓക്സിജൻ ആണോ? Hitchhiking in Mexico, early morning.
Hello. Nobody stopping for me. Let's try in this vehicle. Hello. Are you going this way? It's very hard in Mexico. That's what I noticed. I think I look like Mexican, or people think that I'm from any other Latin countries where I'm an illegal immigrant or something. So nobody's stopping the car. Even though I have this camera, I have this stick. I put it here to show them that they want to feel that I'm a traveler and I'm not like a illegal immigrant, who is carrying this camera stick and stuff. ബനാനയാണ് ഇവരുടെ പ്രധാന കൃഷിയെന്ന് തോന്നുന്നു. ഫുള്ള് പഴം. കാറുകാർ പൊതുവെ ഒരു പുച്ഛത്തോടെയാണ് നോക്കുന്നത്. ബട്ട് പുള്ളി എനിക്ക് തന്നു ലിഫ്റ്റ്. ഗ്രാസിയാസ്. ¿De dónde vienes? ¿Ah? ¿De dónde vienes? No español. Soy de India. Ah, ok. Soy traveler. Viaja. Unidos, todos Argentina. ¿Argentina? Unidos States, Argentina. Unidos States, México, Belice, Guatemala, todos Américas. Viaje. You are many people. ആ ചേട്ടൻ ഒരു ഹമ്പിൽ നിർത്തിയിട്ട് പോയി. ഹമ്പാണ് കേട്ടോ ഇവിടുത്തെ ഒരു രക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. ലിഫ്റ്റ് അടിക്കാനായിട്ട് ഇവിടെ കുഞ്ഞു കടയൊക്കെ ഉണ്ട്. ഇതുപോലുള്ള 2 വരി പാത അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ അധികം വണ്ടികളൊന്നും വരുന്നില്ല. ഇവിടെ ഇവരുടെ കുറേ ക്യാൻറ്റീനുള്ള വീഡിയോ ബിയോനസ് ദിയാസ്. ഇവിടെ ഇവരുടെ നമ്മുടെ നാട്ടിലെ പുളിമുട്ടായി, പിന്നെ ഇവരുടെ കപ്പലിൻ്റെ മുട്ടായൊക്കെ പോലുള്ള ഇവിടെ ഉള്ള ക്യാൻറ്റീനുകളാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ക്യാൻറ്റീനുകൾ. ഇവിടെ ഫുള്ള് ചിപ്സിൻ്റെ ഒക്കെ കടകളാണ് ചെറിയ. Okay. Gracias. Mexican people are so kind. They're just offering me water because I was just hitchhiking from here and I'm waiting here from last and ഞാൻ എൻ്റെ പെട്ടി തുറന്നിട്ട് ചേച്ചിക്ക് ഞാൻ മുട്ടായി കൊണ്ട് കൊടുത്തു. ഇതിൽ ഞാൻ കുറച്ച് നട്ട് മുട്ടായൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് നല്ല ചൂട്. ഓക്കെ ഗ്രാസിയാസ്. ഇവിടെ ഒന്ന് ഡ്രസ്സ് മാറാൻ വേണ്ടി ചോദിച്ചാണ് ഇതെല്ലാം ഊരാനേ. എനിക്ക് നല്ല ചൂട് എടുക്കുന്നു. ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി നിക്കറൊക്കെ ഇട്ടു. ഇപ്പോൾ ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടി. പുള്ളി കണ്ടില്ല കേട്ടോ, അല്ലെങ്കിൽ പുള്ളിക്കാരെ എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ. കാരണം ഇപ്പം അവർക്കൊരു ഇതുണ്ട് വിദേശിയാണെന്നുള്ളത്. ചില സ്ഥലത്ത് വിദേശിയാണെന്ന് തോന്നിപ്പിക്കണം, എന്നാൽ മാത്രമേ ലിഫ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കണം. അടുത്ത ട്രക്ക്. ഹലോ. കണ്ടില്ലേ, പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് പറയുന്നുണ്ട് തൊട്ടപ്പുറം വരെയാണ് പോണേന്ന്. എല്ലായിടത്തും പുറത്തുച്ചക്ക ഫാമാണ്. നല്ല ഫ്രഷ് പൈനാപ്പിൾ പോകുന്ന നോക്കിയേ, എല്ലായിടത്തും കാണാൻ സാധിക്കും. ഞാൻ 48 മിനിറ്റ് ആയിരിക്കുവാണ്. 1 മണിക്കൂറിന് മുമ്പെങ്കിലും ഏതെങ്കിലും വണ്ടി ലിഫ്റ്റ് കിട്ടിയതേ കൊള്ളാം. സ്ഥലത്ത് ഞാൻ 2 മണിക്കൂർ നിന്ന് ഒരു ഇതില്ല. ഓക്കെ. അഗോന്തി ബാസ് അഗോമ. ഓക്കെ. ഇവിടുത്തെ ലോക്കൽ ബസ് ട്രാൻസ്പോർട്ടാണ്. ഇവർ ഏതൊക്കെ ഗ്രാമത്തിലൂടെയൊക്കെ പോയാണ് കേട്ടോ പോകുന്നത്. ആ സ്ഥലത്തിന് ഒരു എരണോ ഇല്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അന്ധവിശ്വാസങ്ങളെ എന്നൊക്കെ അറിയാം, ബട്ട് ഹിച്ചൈക്കിങ്ങിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ചില സ്ഥലങ്ങൾക്ക് ഒരു എരണം കാണൂല കേട്ടോ. അവിടെ നിൽക്കരുത്, നിന്നാൽ പിന്നെ ഒരു വണ്ടിയും കിട്ടൂല. ബസ്സിൽ കിടന്നുറങ്ങി ഞാൻ എണീറ്റു. ഈ സ്ഥലം ഫുള്ള് ഇവിടെ ഞാൻ കാണിച്ചില്ലേ, ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ്. അതിനെ സൂചിപ്പിക്കുന്ന ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് അത് എടുത്തെറിയുന്നു. ആ ഒരു ചിഹ്നമാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബിയൻവെനീദോ ലൊമാ ബെനിത്ത എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. ആ ഫീൽഡിൽ നിന്ന് പുറത്തേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്ന് അവർ ഓരോ സ്ഥലത്ത് കൊണ്ടുപോവാണ്. ഇത് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇവിടെ ഹമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ലിഫ്റ്റ് കിട്ടാൻ പാടാ. എല്ലാം ഇങ്ങനെ സ്പീഡിന് പോകും. അതുകൊണ്ട് കാണുന്ന സ്ഥലത്തെല്ലാം പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. ഇത് പൈനാപ്പിൾ ഇപ്പോൾ വിളവെടുത്ത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ആ കാണുന്നത് ഫുള്ള് പൈനാപ്പിളാണ്. ഇവിടെ പൈനാപ്പിളിൻ്റെ നാടാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നോക്കിയാൽ മരത്തിൻ്റെ അടിയിൽ പഴം കെട്ടിയിട്ടൊക്കെ നോക്കിയാൽ പഴവും പഴത്തിൻ്റെ ചിപ്സുകളും വിൽക്കാൻ വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കേട്ടോ. പൈനാപ്പിൾ
ഒക്കെ ഇട്ട് ഇരിക്കുന്ന ആൾക്കാരാണല്ലോ. സോ അവിടെ എല്ലായിടത്തും പൈനാപ്പിളാണ്. എല്ലായിടത്തും പൈനാപ്പിളാണല്ലോ. ആരുടെ കയ്യിലെങ്കിലും ഒരു പൈനാപ്പിളെങ്കിലും കാണും. ഇവിടെ പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ ഈ നാട്ടിലോട്ട്. ഫുള്ള് എല്ലായിടത്തും പൈനാപ്പിളും പൈനാപ്പിളിന്റെ സ്റ്റോക്കുകള്. ഇവിടെ പൈനാപ്പിള്, ഇവിടെ പൈനാപ്പിള്. മെക്സിക്കോയിലെ പ്രധാന പൈനാപ്പിളിന്റെ സ്രോതസ് ഇവിടെ നിന്നാണ്. ഗ്രാസിയാസ്. എനിക്ക് ലിഫ്റ്റ് അടിച്ച് തന്ന പുള്ളിക്കാരൻ എനിക്ക് തന്ന സാധനമാണ് കേട്ടോ, പൈനാപ്പിൾ ജ്യൂസ്. നല്ലൊരു വ്യക്തി കേട്ടോ പുള്ളിക്കാരൻ. എനിക്ക് ലിഫ്റ്റ് തന്നു. പുള്ളിക്കാരൻ എനിക്ക് വേണ്ടിയാണ് കേട്ടോ പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് ഒരു പൈനാപ്പിൾ എനിക്ക് തന്നു. 2-3 തരത്തിലുള്ള പൈനാപ്പിൾ ഇവിടെ ഉണ്ട്. ഇവിടെ പൈനാപ്പിൾ കൃഷി ധാരാളം ഉണ്ട്. മെക്സിക്കോയുടെ പ്രധാന വരുമാനം എന്ന് പറയുമ്പം ഇവർക്ക് ധാരാളം കാറിന്റെ ബോഡി പാർട്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന അതിന്റെ എക്സ്പോർട്ട് ഉണ്ട്. US പോകും, എന്നിട്ട് US നിന്ന് ബാക്കി അവര് ഇൻസ്റ്റാളൊക്കെ ചെയ്യുന്നത്. അപ്പം അത് വൺ ഓഫ് ദ മെയിൻ ഇൻഡസ്ട്രിയാണ്. പിന്നെ അഗ്രികൾച്ചർ, പിന്നെ കുറച്ച് ഓയിലും ആ സംഭവങ്ങളും, ഓയിൽ ആൻഡ് എനർജിയുടെ കുറച്ച് വരുമാനം ഇവർക്കുണ്ട്. പ്രധാന വരുമാനം ഇവരുടെ കാറിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അഗ്രികൾച്ചർ കുറവാണ്, എന്നാലും US കാനഡയിലോട്ടൊക്കെ ധാരാളം അഗ്രികൾച്ചർ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകും. ഇവിടുത്തെ പൈനാപ്പിൾ കാണാൻ വേണ്ടി ഇങ്ങനെ മണ്ണുള്ള പൈനാപ്പിൾ കേട്ടോ, നല്ല രസമുള്ളത് കണ്ടില്ലേ, കളർ ഫീച്ചേഴ്സ് ഉള്ള പൈനാപ്പിൾ. പുള്ളിക്കാരൻ വന്നു, പുള്ളിക്കാരൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അവിടെ നമ്മൾ നിൽക്കുകയാണ്. ഇതാണ് ഹൈവേ. ഇവിടെ നമ്മുടെ തെങ്ങ്, ഇവിടെ ഫുള്ള് പൈനാപ്പിളാണ്. Is your pineapple? Where is that sign? All the way around. It's mine. Oh, yours. പുള്ളിയുടെ പൈനാപ്പിളാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം. ഇവിടെ ഫുള്ള് ബിയൻ. ഇവിടെ ധാരാളം TVS ഒക്കെ ഉണ്ട് കേട്ടോ, ഇന്ത്യൻ TVS. ഇവിടുത്തെ ബൈക്ക് നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടി ആള് വന്നു. Hola, ¿cómo estás? Bien. Bien. Buenas tardes. Buenas tardes. പൈനാപ്പിൾ കേട്ടോ. അടിപൊളി പൈനാപ്പിൾ. ഓക്കെ ബ്രോ, ഗ്രാസിയാസ്, ബൈ. അങ്ങനെ പുള്ളിക്കാരൻ എനിക്ക് ഹമ്പിൽ കൊണ്ടാക്കി തന്നു. നമ്മുടെ തോഡോസ് എന്ന് പറയുന്ന ഹമ്പിൽ ഇവിടെ നിന്ന് ഞാൻ ഹിച്ചേക്ക് ചെയ്ത് പോകുന്നു. ഇവിടെ ഞാൻ ലിഫ്റ്റ് അടിക്കാൻ നിൽക്കുകയാണ്. കുറേ ട്രക്കുകളും സൗണ്ടും. ഇവിടെ കുറേ പാരാമെഡിക് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഇവർ തൊപ്പിയും പിടിച്ച് പൈസ വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അതായത് ഇവർ പാരാമെഡിക്സ് ഒക്കെയാണ്, റോഡിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റിയവരെയൊക്കെ രക്ഷിക്കാനായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരുടെ ഭരണകൂടത്തിൽ നിന്ന് അവർക്ക് നല്ല പൈസ ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് റോഡിൽ ഇങ്ങനെ പണം പിരിക്കാനായിട്ട് കണ്ടോ അവരിങ്ങനെ ഇതും വെച്ചുകൊണ്ട് ഈ വെയിലത്ത് നിൽക്കുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് നല്ല പൈസ കിട്ടാത്തത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. നിൽപ്പ് ഉള്ളത് പൊരിയുന്നു കേട്ടോ. പൊരിയുന്നു എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞാവുന്നു. ആരും ലിഫ്റ്റ് ചെയ്യുന്നില്ല. ഇവരെ സമ്മതിക്കണം കേട്ടോ. ഇവരെത്ര നേരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആരെങ്കിലുമൊക്കെ താണ്ടെ പൈസ കൊടുക്കുന്നു, കുറച്ച് കോയിൻസ്. വേറെ ആരും അങ്ങനെ പൈസ കൊടുക്കുന്നില്ല കേട്ടോ. പാവം ആരെങ്കിലും ഇവരെങ്കിലും എനിക്ക് ലിഫ്റ്റ് തന്നെങ്കിൽ അവർ പൈസ എടുക്കാൻ വേണ്ടി നിർത്തി. എനിക്ക് ലിഫ്റ്റ് തരൂല മിക്കാറും. ഹലോ, തരൂല. ഹലോ ഹലോ, can you give me lift? ആരും തരൂല. Quito, ni español. Nada. ആ പെൺകുട്ടികളുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാർ ഒരു അമിഗോ. ഹലോ അമിഗോ, യു ഗോയിങ് ലിഫ്റ്റ്? Mahi, mucho gusto. ഇവിടെ റോഡിന്റെ നടുക്ക് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഒക്കെയാണ് കേട്ടോ വിൽക്കുന്നത്. റോഡിന്റെ നടുക്ക് ഫുൾ അവിടെയും ഉണ്ടല്ലോ ഓരോ ആൾക്കാർ കുടയൊക്കെ ആക്കിയിട്ട് പൈനാപ്പിൾ ജ്യൂസ്.
മിലാൻ എന്ന് പറയുന്ന ഒരു നഗരഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. ഇവിടുത്തെ വെയില് ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ ഇവിടുന്ന് കോസ്റ്റൽ നഗരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കരീബിയൻ ഭാഗത്തെ കടല്. അവിടെ നോക്കി തീയെത്തുന്നത് ഇവിടെ റിഫൈനറി ഉണ്ട്. അതുകൊണ്ട് റിഫൈനറിയിൽ നിന്ന് പൊങ്ങുന്ന തീയാണ് കേട്ടോ പുകക്കുഴലിൽ നിന്ന്. ലോകത്ത് 10-20-25 സ്ഥാനത്ത് മെക്സിക്കോയുടെ ഓയിൽ സംഭവങ്ങളുണ്ട് കേട്ടോ. 20-25 ലോകത്തിലെ ഏറ്റവും ഫസ്റ്റ് വെനസ്വേലയാണ്, പിന്നെ സൗദി അറേബ്യയാണ്. 20-25 സ്ഥാനത്ത് മെക്സിക്കോ ഉണ്ട്. അവസാനം ഞാൻ വലേരിയയുടെ കൂടെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വലേരിയ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വലേരിയ ഇവിടെ എവിടെയാണ്, ഇവിടെ എന്നാണ് തോന്നുന്നത് കേട്ടോ. അത് ഇവിടെയാണോ? യെസ്, വലേരിയ കിട്ടി. ഹോലാ ഹോലാ, ¿cómo está? ജർമ്മനി അനാനാസ്. പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ട് ജർമ്മൻകാരനാണ് കേട്ടോ. Gracias. Okay. Gracias. Okay, I'll keep that. Okay. അങ്ങനെ വന്ന ഉടനെ വാഷിംഗ് മെഷീനിൽ എൻ്റെ ഡ്രസ്സ് ഇട്ട് കഴിവാണ് കേട്ടോ. ഗ്രാസിയാസ്. ഞാൻ പാൻറ് 2 ദിവസത്തിലോ 3 ദിവസത്തിലോ ഒരിക്കലേ കഴിവുള്ളൂ. ഇതാണ് വലേറിയ. മുച്ചോ ഗുസ്തോ ഗ്രാസിയാസ് ഫോർ ഹോസ്റ്റിംഗ്. ഓക്കെ. വലേറിയയുടെ അമ്മയും നല്ല രസമുണ്ട്. പിന്നെ ബോയ് ഫ്രണ്ട് ജർമ്മനി, പുള്ളിക്കാരന് നല്ല കമ്പനിയായിരുന്നു. പുള്ളിക്കാരനെ വീഡിയോയിൽ കോളിൽ സംസാരിച്ചു. ഇവിടെയും ഏരിയലിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ. ഏരിയലാണ് ഇവിടുത്തെ പ്രമുഖ ബ്രാൻഡ്. ഇവിടെ നമ്മുടെ ഭക്ഷണമൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചത്. എൻ്റെ അടുത്ത് ഓൾറെഡി ചോദിച്ചു നീ എന്ത് കഴിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു കഴിക്കൂല. ഞാൻ പറഞ്ഞു പോർക്കും പോയിസണും. പോർക്കും കഴിക്കൂല, എന്താ പറയുക, പോയിസണിൻ്റെ മലയാളം എന്താ, വിഷം കഴിക്കൂല എന്ന് പറഞ്ഞു. ഗ്രാസിയാസ്. പ്രൊവിച്ചോ. Buen provecho. Muy español bien. Sí. Gracias. അപ്പൊ ചിക്കനും പാസ്തയും സ്പഗത്തി ആൻഡ് ചിപ്പോത്ലാവോ ചിക്കൻ ഫ്രൈ ചെയ്തതും. Durazno. Salsa durazno. ¿Cómo se dice durazno, cariño, en inglés? Ah, ¿Cómo? Greek. Peach. പുള്ളിക്കാരൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്താണ് ചോദിച്ചിട്ട് പറഞ്ഞിരുന്നത്. അവൻ സ്പാനിഷും ഇംഗ്ലീഷും സംസാരിക്കും. ഇത് നമ്മുടെ പീച്ച്, ഇത് മയണൈസ്. Ajo, ¿cómo se dice ajo? മയണൈസ്. പിന്നെ ചീസ്. ചീസ്. Queso. കേസോ. ഓക്കെ. എല്ലാത്തിലും ചീസ് ഇടും. ഓക്കെ. Ya. ഇവര് ചീസ് ഇടാത്ത പരിപാടിയില്ല കേട്ടോ ഭക്ഷണങ്ങളിൽ. ¿Tú solo inglés? ¿No me vas a comer? ¿No vas a comer? ¿Ya vas a cenar? അവള് ഭക്ഷണം കഴിച്ചു. ഇവിടെ വെയിലും ചൂടും. ഞാൻ നല്ലപോലെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. എന്നെ വിളിച്ചുകൊണ്ട് അവിടെ പോവാണ് കേട്ടോ. ബ്രെഡ് വാങ്ങാനോ എന്തോ പോവാണ്. ഇവിടെ ആൾക്കാർ വിളിച്ചുകൊണ്ട് പോയപ്പോൾ പുള്ളിക്കാരി വിളിച്ച് ചേർത്തിയിട്ട് ബ്രെഡ് വാങ്ങുവാണ്. ഇതാണ് കേട്ടോ. Sí. ¿Quieres? Yes. ഇവരുടെ സ്വീറ്റ് ബ്രെഡുകളുണ്ടല്ലോ. ¿Tienes una sonrisa? Una sonrisa, así como no. ¿Tú? പുള്ളി വിളിച്ചോണ്ട് പോകും. Feliz año. കണ്ടില്ലേ, വിളിച്ചോണ്ട് പോകുന്നു. ബോലിയോ. യെസ്. നമ്മളിവിടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ ലേസി പിടിച്ചിരുന്നു. എൻ്റെ അടുത്ത് നേരത്തെ പറയുന്നു പറഞ്ഞെങ്കിൽ നടക്കാനൊക്കെ പോവാന്ന്, പുറത്തൊക്കെ കൊണ്ട് കാണിക്കാമെന്ന്. ഞാൻ മടി പിടിച്ചിരുന്നു. അവിടെ തീയെത്തുന്ന കണ്ടില്ലേ, എന്താണെന്നറിയോ? റിഫൈനറിന്ന് പറ്റുന്ന കളർ പുകയാണ് കേട്ടോ അവിടെ. എപ്പോഴും ബ്രോ ഉണ്ട് കേട്ടോ ഓൺലൈൻ വീഡിയോ കോളില്. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രോ എപ്പോഴും ഓൺലൈനിൽ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, റിഫൈനറിന്ന് പൊങ്ങുന്ന പുക ഉണ്ടോ?
ഇവിടെ ഫുള്ള് യുദ്ധമാണോ? ഇത് യുദ്ധമല്ല, ഇത് റിഫൈനറിയിൽ നിന്ന് വരുന്ന തീയാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് ഫുള്ള് ഇത് ഒരു വലിയൊരു ലോങ് റിഫൈനറി ഏരിയ ആണ്. വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ, ഞാൻ പലപ്പോഴും വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ മേഘാലയയിലെ ആ ഒരു ഏരിയയൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ടാക്സി. നമ്മൾ ചെറുതായിട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടത്തുള്ള സ്ഥലങ്ങളിലൂടെ. കണ്ടില്ലേ, ഈ ജനലുകളാണ് കേട്ടോ എനിക്ക് നമ്മുടെ മേഘാലയൊക്കെ പോലെ തോന്നിപ്പിക്കുന്നത്. ഇവിടെ കടയിൽ നമ്മുടെ പിന്നാത്തേക്ക് തൂക്കിയിട്ടേക്കുന്നു, ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട്. പിന്നാത്ത ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. എന്തൊക്കെ ഒന്ന് പറയുന്നുണ്ട്. നമ്മൾ ഏതോ ഒരു വീട്ടിലോട്ട് വന്നതാണ്. എന്തിനാന്ന് കേട്ടോ. Cajeta con café, ¿no? Esta es café. എല്ലാം ടേസ്റ്റ് ചെയ്ത് തരുവാണ്. കോഫി ടേസ്റ്റ്. ഇതിലേത് വേണമെന്ന് ടേസ്റ്റ് ചെയ്തെടുക്കാനാണ്. Queso. Yo quiero queso con zarzamora. La tuya porque de aquí a que sí. Te voy a poner la galleta ahorita, bien. Sí. ഇതെന്താ? Este es un dulce cajeta. Me va a gustar. Ese. Oro. Oreo. Oreo no. No. Coco. Ah, coco. Coco. Tenga. എനിക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് തരുവാണ്. ഇവിടുത്തെ ഐസ്ക്രീം കൂടെ ആണെന്ന് തോന്നുന്നു. I think coffee. Coffee. ¿Coffee o cajeta? Coqueta. അതിനോട് നമുക്ക് Me voy al gimnasio ahorita apenas, ¿tú crees? ¿A poco? Sí, ya regresé. ഇവിടെ ആക്ച്വലി പല ആൾക്കാരും പുറത്തുനിന്ന് വെള്ളം കുടിക്കൂല, ഇതുപോലുള്ള ഇതിൽ നിന്നേ കുടിക്കുള്ളൂ. ഇത്രയും വലിയ ടാങ്ക് ഇവിടെ ഇട്ടാൽ 12 പൈസ. 12 പൈസ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 60 രൂപ. ഇതിട്ടാൽ ഒരു 30 രൂപ. ഇതിട്ടാൽ 10 രൂപ. അതായത് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ 10 രൂപ. ഓ, ഇതിലിട്ടിട്ട് നമുക്ക് പ്രസ് ചെയ്തിട്ട് ഏത് വേണമെന്ന് എടുക്കാം. ഇവിടെ കൊച്ചിറക്കന്മാർ അവിടെ റോഡിട്ട് പടക്കം പൊട്ടിക്കുകയാണ്. ഇതോ കൊച്ചു പിള്ളേരെ നോക്കി. ഇവിടെ രാത്രി സ്കൂളുകളിൽ വോളിബോൾ മത്സരം നടക്കുവാണ് കേട്ടോ. ഇവിടെ സ്കൂളാണ് കേട്ടോ. സ്കൂളിൽ എന്തോ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന എന്തോ ആണ്. Mucho caminar. Mucho caminar. മനസ്സിലായില്ല എന്താണോ. ഇവിടെ 4 വീടുകളുണ്ട്. 1, 2, 3, 4. ഒരു വീടിനെ 4ആയിട്ട് തരംതിരിച്ച് അതിലാണ് കേട്ടോ ഇവർ താമസിക്കുന്നത്. ഇവരുടെ ഫാമിലി ഒന്നും ഇവിടെ അല്ല. പുള്ളിക്കാരി ആക്ച്വലി നെയിൽ ആർട്ടിസ്റ്റാണ്. കൊന്തോ നോട്ട്, എനിക്ക് സ്പാനിഷ് കറക്റ്റും വരൂല. പുള്ളിക്കാരി അടിപൊളിയായിട്ട് നെയിൽ വർക്കൊക്കെ ചെയ്യും. ബാക്ക് ടു ഹോം. ഹലോ, ഹായ്. എന്നെ അമ്മ നല്ലപോലെയാണ് കേട്ടോ നോക്കുന്നത്. ഞാൻ ഇപ്പോൾ പറയായിരുന്നു എന്നെ മോനെപ്പോലെ നോക്കും. ഗ്രാസിയാസ്, മുച്ചോ ഗ്രാസിയാസ്. എനിക്കിതാണ്ട് എനിക്ക് പറഞ്ഞ് ഞാൻ വേട്ടന് ചോക്ലേറ്റ് വേണ്ടാന്ന്. എന്നിട്ട് എനിക്ക് വേണ്ടി ചോക്ലേറ്റ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോക്ലേറ്റ്, അതിൻ്റെ കൂടെ ഇവിടെ പാല്, ഇതാ അവിടെ ചോക്ലേറ്റ്, ഇവിടെ ബ്രെഡ്, ഇവിടെ ചായ, സോറി കോഫി, ചോക്ലേറ്റാ. പരസ്യം വന്നു. ¿Qué entidad nombre? Mi nombre es Valeria. No, mi nombre es entidad. ¿Kerala? Kerala, yes. Okay, bien. ¿Tú? A ver, di Kerala. ¿Cómo? Kerala. Kerala. nombre. Vámonos Kerala, okay? വാമനോസ്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ വീടും വീട്ടിൻ്റെ പരിസരമൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ വീടെന്ന്. ഇവിടെ പാട്, അതിൻ്റെ അപ്പുറത്ത് പിന്നെ പരസ്യം വരട്ടെ. പരസ്യം വന്നാലല്ലേ നമുക്ക് വല്ലതും കിട്ടുള്ളൂ. കറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. നെറ്റ് സ്ലോ എന്ന് തോന്നുന്നു. Pésimo internet. പെസിമ ഇന്റർനെറ്റ്.
ഓ പുളിഞ്ചിക്കയാണ് കാണിച്ചു കൊടുത്തത്. പുളിഞ്ചിക്ക കണ്ടിട്ട് ഇവരുടെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കസമാലോ സ്റ്റാർ ഫ്രൂട്ട് സെയിം സെയിം നോ മെസ് 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 Malayala. മലയാളം Malayalam. മലയാളം യെസ് 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 ഗ്രാസിയാസ് ഗ്രാസിയാസ്. അവിടെ വീട്ടില് ടി വി കണ്ടോണ്ടിരുന്നപ്പോ അയൽവാസിയാണ് കേട്ടോ. ഫുള്ള് പാപം കേട്ടോ, വാങ്ങിച്ച് ചോദിച്ചെടുത്ത കേട്ടോ. Que Dios la bendiga. അങ്ങനെ അവസാനം പാൽ കുടിച്ചു, ബ്രെഡ് കഴിച്ചു, ഭക്ഷണം കഴിച്ചു. ഇനി ഗുഡ് നൈറ്റ് ആണ്. ഇവിടെ താണ്ട് നമ്മൾ ഏതൊരു പ്രേതപ്പടം കാണാൻ വേണ്ടി പോവാണ്. ഇവിടെയാണ് കേട്ടോ ഞാൻ കിടക്കുന്നത്, എനിക്ക് വേണ്ടിയുള്ള സ്ഥലം. ഗുഡ് നൈറ്റ് മമ്മ. ബുവനോസ് നോച്ചസ്. ബുവനോസ് നോച്ചസ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനി ഞാൻ കിടക്കട്ടെ. നല്ല ഇന്നത്തെ ലോങ് ഡേ ആയിരുന്നു. നമ്മൾ കുറച്ച് നടക്കാനൊക്കെ പോയി, വേറെ ഒന്നും അധികം ചെയ്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവരും ബൈ.